സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ തട്ടിപ്പിൽ, അതായത് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് ആ പണം തിരിച്ചു കിട്ടാതെ തട്ടിപ്പുകളിൽ അകപ്പെട്ടവർക്ക് സന്തോഷ വാർത്ത. നിക്ഷേപ തട്ടിപ്പിൽ അകപ്പെട്ട നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണിത്. വീഡിയോ കാണുക. ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച്, പ്രത്യേകിച്ചും തൃശ്ശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിലും തിരുവനന്തപുരത്തെ കണ്ടല സഹകരണ ബാങ്കിലും പണം നിക്ഷേപിച്ച് ആ പണം നഷ്ടപ്പെട്ടു പോയവർക്ക്, നിക്ഷേപ തട്ടിപ്പിൽ അകപ്പെട്ടവർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താ സമ്മേളനത്തിലാണ് എൻഫോഴ്സ്മെന്റ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ, സർവീസ് സഹകരണ സംഘങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ ഒരു തുടർക്കഥ എന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. 2021 തൃശ്ശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിലായിരുന്നു തുടക്കം. ഏകദേശം 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ തുടർന്ന് ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കുകയും പ്രതികളുടെ വസ്തുവകൾ കണ്ടുകെട്ടുകയും ചെയ്യുകയുണ്ടായി. അടുത്തതായി തിരുവനന്തപുരത്തെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലായിരുന്നു നിക്ഷേപ തട്ടിപ്പ് അരങ്ങേറിയത്. ഏകദേശം 100 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ഒരു ബാങ്കിൽ നടന്നത്. ഒടുവിൽ ഈ ഒരു കേസിന്റെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കുകയുണ്ടായി. കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരളത്തിലൊട്ടാകെയുള്ള ചില സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും ഒക്കെ തുരുതുരാ പൊട്ടുന്ന വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ശരിക്കും സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് തുടർന്ന് അരങ്ങേറിയത്. സഹകരണ സംഘങ്ങളുടെ നിക്ഷേപ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ പോലീസിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ സഹകരണ വകുപ്പിനോ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് നിക്ഷേപകർ കൂട്ടത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിക്കുന്നതും അവർ കേസ് ഏറ്റെടുക്കുന്നതുമൊക്കെ. ഇപ്പോൾ തൃശ്ശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കിലെയും തിരുവനന്തപുരത്തെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെയും നിക്ഷേപ തട്ടിപ്പിൽ അകപ്പെട്ട നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു നൽകുമെന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുകയും അവരുടെ വസ്തുവകളും ഒക്കെ തന്നെ അതാത് ബാങ്കുകൾക്ക് തിരിച്ചു നൽകുമെന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കണ്ടുകെട്ടിയ വസ്തുവകളൊക്കെ തന്നെ ബാങ്കുകൾക്ക് ലേലം ചെയ്യാം. അതിലൂടെ ലഭിക്കുന്ന പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകണമെന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ ഇക്കാര്യങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്കിനെ അറിയിച്ചിട്ടും ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കൊടുക്കുന്നതിന് സർക്കാരോ സഹകരണ വകുപ്പോ ബാങ്ക് അധികൃതരോ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയുടെ സഹായം തേടിയേക്കും. ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു പോയ പണം അവർക്ക് തിരിച്ചു നൽകുന്നതിന് വേണ്ട നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അതുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വസ്തുവകൾ ലേലം ചെയ്ത ശേഷം ആ പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കിയേക്കും. കരുവന്നൂർ സഹകരണ ബാങ്കിൽ മാത്രമല്ല കണ്ടല സഹകരണ ബാങ്കിലും ഇതിന് സമാനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ED അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കിലെയും കണ്ടല സഹകരണ ബാങ്കിലെയും നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കുമെന്നാണ് ED വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റുള്ള സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ തട്ടിപ്പിൽ അകപ്പെട്ടു പോയ നിക്ഷേപകർക്കും ഇതൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. കാരണം നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു പോയ പണം ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് EDയുടെ ഇപ്പോഴത്തെ നടപടികൾ തെളിയിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളാണ് സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും നിക്ഷേപകരായുള്ളത്. അവർ അവരുടെ ജീവിതകാലം കൊണ്ട് സ്വരൂപിച്ച പണമാണ് ഇതൊക്കെ. ചിലർക്ക് പെൻഷൻ കിട്ടിയ പണമാകാം, അല്ലെങ്കിൽ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലഭിച്ച തുകയാകാം, അതുമല്ലെങ്കിൽ വസ്തു വിറ്റ് ലഭിച്ച തുകയാകാം, അതുമല്ലെങ്കിൽ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി സ്വരൂപിച്ച തുകയാകാം. ഇങ്ങനെ സ്വരൂപിച്ച അവരുടെ സമ്പാദ്യം മുഴുവൻ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ച ശേഷം അത് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചു ലഭിക്കില്ല എന്ന് പറയുമ്പോൾ അത് സഹകരണ മേഖലയിലെ നിക്ഷേപകരുടെ ഒന്നടങ്ക ആത്മവിശ്വാസം തകർക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തായാലും EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ ഈ നടപടികൾ സഹകരണ മേഖലയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു കൊണ്ടുവരുന്നതിന് മാത്രമല്ല കേരളത്തിലെ സഹകരണ മേഖലയെ കുറെ കൂടി ശുദ്ധീകരിക്കുന്നതിനും കുറെ കൂടി ശക്തമായി മുന്നോട്ട് പോകുന്നതിനും സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.